ദില്ലിയിൽ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് പേളിമാണി നടത്തിയ പ്രസ്താവന ഏറെ വൈറലായിരിക്കുന്നു. ഇതിനിടയിൽ സംവിധായകൻ സിബി മലയിലിന്റെ മകൻ ജോ സിബി മലയിലും പേളിമാണിക്കെതിരെ രംഗത്ത് വന്നത് വലിയ ചർച്ചയായി മാറി. ഇപ്പോഴിതാ പേളിമാണിക്കെതിരെ പ്രതികരിച്ചിരിക്കുകയാണ് മോഡലും ട്രാൻസ്ജെൻഡറുമായ ശ്രുതി സിത്താര. പേളിക്ക് സിബി മലയിൽ 41 വർഷം കൊണ്ട് സൃഷ്ടിച്ച സിനിമകളെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലെന്നും സമൂഹത്തിൽ ഓവർ മാന്യത പ്രകടനം കാണിക്കുന്ന ആളുകളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്നും ശ്രുതി സിത്താര പറയുന്നു. സിബി മലയിലിനൊപ്പമുള്ള ഫോട്ടോയും ശ്രുതി പങ്കുവച്ചിട്ടുണ്ട്. പരാജയപ്പെട്ട സംവിധായകനോ ഇദ്ദേഹമോ പറഞ്ഞ ആൾക്ക് ഇദ്ദേഹം 41 വർഷം കൊണ്ട് സൃഷ്ടിച്ച സിനിമകളെ കുറിച്ച് യാതൊരു ധാരണയുമില്ല എന്നാണ് സാരം. അദ്ദേഹം ചെയ്ത സിനിമകളൊക്കെ എടുത്തൊന്ന് നോക്കിയാൽ മനസ്സിലാകും നിങ്ങളുടെ യൂട്യൂബ് അതിന്റെ പരിസരത്തെത്താൻ കഴിയില്ല എന്ന്. മഹാനടന്മാരായ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ നിന്നും ഉണ്ടായതാണ്. ഇത്ര നിസ്സാരമായി പരാജയപ്പെട്ട സംവിധായകൻ എന്ന് വിളിച്ച നിങ്ങൾ അദ്ദേഹത്തിന്റെ മുന്നിൽ എവിടെയാണ് നിൽക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. സമൂഹത്തിൽ ഓവർ മാന്യത പ്രകടിപ്പിക്കുന്ന ആളുകളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നായിരുന്നു ശ്രുതിയുടെ വാക്കുകൾ. ഒരു പരാജയപ്പെട്ട സംവിധായകൻ എന്റെ 4 പേജ് പോസ്റ്റിനെ കുറിച്ച് 10 പേജ് സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ മുളക് പൊടിയും അജിനമോട്ടയും ചേർത്ത് അതിനെ ആവശ്യത്തിലധികം അനാരോഗ്യമാക്കിയിരിക്കുകയാണ് എന്നാണ് ജോ സിബി മലയിലിന് മറുപടി എന്നോളം പേളിമാണി കുറിച്ചത്. ഇതിന് ജോ സിബി മലയിലിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ആ ഫെയിൽഡ് ഫിലിം മേക്കർ എന്റെ അച്ഛനാണ്. ആരോടാണ് ഡീൽ ചെയ്യുന്നതെന്ന് ആദ്യമേ പരിശോധിക്കുക. പോസ്റ്റിലെ 7 സ്ലൈഡുകൾ വായിക്കാൻ നിങ്ങൾക്ക് എത്രത്തോളം മടിയുണ്ടായിരിക്കണം? നിങ്ങളുടെ പാതിവെന്ത നയതന്ത്രജ്ഞത നിങ്ങളുടെ 5.7 മില്യൺ ഫോളോവേഴ്സും വായിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. പക്ഷെ 7 സ്ലൈഡുള്ള ഈ പോസ്റ്റ് നിങ്ങൾക്ക് വളരെ ദീർഘമാണ്. നിങ്ങൾ ഇത് വ്യക്തിപരമായി എടുത്ത സ്ഥിതിക്ക് കളി ആരംഭിക്കട്ടെ. ആ പരാജയപ്പെട്ട സംവിധായകൻ നട്ടല്ലില്ലാത്ത ഒരു മകനെയല്ല വളർത്തിയെടുത്തത്. അദ്ദേഹത്തിന്റെ പേര് സിബി മലയിൽ എന്നായിരുന്നു ജോ സിബി മലയിലിന്റെ മറുപടി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.